സമാധാനത്തിന്റെ നാഥനായിരുന്ന യേശുവിനെ ഒറ്റുകൊടുത്തത് യൂദാസ് ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. യേശുവിന്റെ നീക്കങ്ങളിൽ വിറളി പിടിച്ച ഒരു കൂട്ടം ആളുകളുടെ പണത്തിന് മുൻപിലാണ് യൂദാസ് വീണുപോയതെങ്കിൽ, ഒരു രാജ്യം മുഴുവൻ നശിക്കാൻ കാരണമാവുന്നത് ഒരാളാണെങ്കിൽ ആ ഒരാളിനെ അങ്ങ് ഒറ്റിക്കൊടുക്കാനാണ് ഇറാൻ ഇപ്പോൾ തയ്യാറാവുന്നത്. ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതോടുകൂടി ഇറാനിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാർ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ അധികാരത്തിൽ നിന്നും പുറത്താക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകളാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഖമേനിയെ സ്ഥാനഭ്രഷ്ടനാക്കുന്നതിനെ കുറിച്ച് ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്യുകയാണ് എന്ന് പുറം ലോകം അറിഞ്ഞത് അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട ചിലർ തന്നെ വെളിപ്പെടുത്തിയിട്ടാണ് എന്നതും ശ്രദ്ധേയമാണ്. ഖമേനിക്കെതിരെ നടക്കുന്ന നിരവധി ഗൂഢാലോചനകളിൽ ഒന്നാണ് ഇതെന്നാണ് അവർ വിശദീകരിക്കുന്നത്. ഖമേനിയുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടുവെന്ന് എല്ലാവർക്കും അറിയാമെന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ അമേരിക്കൻ മാധ്യമത്തോട് പറഞ്ഞത്. ഖമേനി പദവിയിൽ തുടർന്നാലും അദ്ദേഹത്തിന് യഥാർത്ഥ അധികാരം ഉണ്ടാകില്ല എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 86-കാരനായ പരമോന്നത നേതാവിന്റെ പ്രായാധിക്യവും മോശമായ ആരോഗ്യസ്ഥിതിയും കാരണം അമേരിക്കയുടെ ഇടപെടലിന് മുൻപ് തന്നെ ഇറാനിലെ ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കാൻ ശ്രമിച്ചിരുന്നതായിട്ടാണ് മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നത്. തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച അമേരിക്കയ്ക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനാണ് ഇറാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇസ്രയേലിനും US-നുമെതിരെ സൈനിക നടപടി തുടരാൻ രാജ്യത്തിന് സൈനിക ശക്തിയുള്ളതായി ഇറാനിലെ ഉന്നതർ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇറാനെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇറാനെതിരായ ആക്രമണത്തെ അദ്ദേഹം അപലപിക്കുകയും ചെയ്തു. അമേരിക്ക ഈ ആക്രമണത്തിലൂടെ മാനവരാശിയുടെ സുരക്ഷയിൽ ചൂതാട്ടം നടത്തുകയാണെന്നും പുടിൻ കുറ്റപ്പെടുത്തുകയുണ്ടായി. ഇസ്രയേൽ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നത് മേഖലയെ കൂടുതൽ കുഴപ്പത്തിലേക്ക് തള്ളിവിടുന്നുവെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാൻ ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കാനായി നേരത്തെ റഷ്യയും മുൻകൈ എടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി റഷ്യയിലെത്തി പുടിനുമായി ചർച്ച നടത്തിയിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച ഖമേനി ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയുണ്ടായി. ഖമേനിയുടെ സുരക്ഷ ശക്തമാക്കുന്നതിനായി ഇലക്ട്രോണിക് ആശയവിനിമയങ്ങൾ നിർത്തിവെച്ച് ഇപ്പോൾ ഒരു ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണെന്നാണ് 3 ഇറാനിയൻ ഉദ്യോഗസ്ഥർ ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞത്. എന്നാൽ ഇതിനിടയിലും താൻ കൊല്ലപ്പെടുകയാണെങ്കിൽ പിൻഗാമികളായി 3 പേരെ ഖമേനി നാമനിർദ്ദേശം ചെയ്തിട്ടുമുണ്ട്. ഖമേനിയുടെ 56 വയസ്സുള്ള മകൻ മോജ്തബയും ഇവരിൽ ഉൾപ്പെടുന്നുണ്ട്. ഖമേനി കുടുംബത്തോടൊപ്പം ഒളിവിൽ പോയിരിക്കുകയാണെന്നും റവല്യൂഷണറി ഗാർഡ്സിന്റെ പ്രത്യേക വിഭാഗം അദ്ദേഹത്തിന് കാവൽ നിൽക്കുകയാണെന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഖമേനിയുടെ 56 വയസ്സുള്ള മകൻ മോജ്തബയും ഇവരിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക ഖമേനി തന്നെയായിരിക്കുമെന്നാണ് സൂചന. ഇവിടെയാണ് ഇപ്പോഴത്തെ വെടിനിർത്തലിന്റെ അപകടങ്ങൾ മനസ്സിലാവുന്നത്. ഇറാനുള്ളിൽ തന്നെ ഖമേനിക്കെതിരായി ആളുകൾ ഉള്ള സ്ഥിതിക്ക് എവിടെയും എത്താതെയുള്ള ഇപ്പോഴത്തെ വെടിനിർത്തലും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ മറ്റൊരു യൂദാസ് ഇറാനുള്ളിലും ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.